ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. മാർവൽ സ്റ്റുഡിയോസിന്റെ ഡെയർഡെവിൽ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഡിസ്നി പ്ലസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. മെയ് 16 തീയതി പടം റിലീസ് ആവുക. പിന്നെ ബാറ്റ്മാൻ ദ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് റിലീസ് ചെയ്യുന്നുണ്ടെന്നുള്ള കേൾക്കുന്നുണ്ട്. ഈ മെയ് 23 തീയതി ഐമാക്സിലൊക്കെ ആയിട്ട് റിലീസ് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ക്രിസ്റ്റഫറിനോട് അടുത്ത ബാറ്റ്മാനിൽ ഏറ്റവും ഗംഭീര സാധനമാണ് ദ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ എവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ദെൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതേമാതിരി നൗ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വലിയൊരു സംഭവം റീമേക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാൾക്കാർ വണ്ടി മേടിക്കുന്ന രീതിയിൽ അതിന് സ്ക്രീനിൽ എടുക്കാം. പിന്നെ ട്രാൻസ് എന്ന് പറഞ്ഞാൽ മാർച്ച് 13 തീയതി എന്നുവെച്ചാൽ ഇന്നലെ GCC കൺട്രീസിൽ റിലീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തിയേറ്റർ റിലീസ് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റാണ്. OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ആമസോൺ പ്രൈമും മനോരമ മാക്സും കൂടിയിട്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ജി കേരളാണ്. OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സോണി ലീവ് ആണ്. ഓൾറെഡി ഇപ്പോൾ സോണി ലീവിൽ ലഭ്യമായിട്ടുണ്ട്. പിന്നെ പ്രാവൻകൂടി ചാപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റാണ്. OTT റൈറ്റ്സ് സോണി ലീവ് ആണ്. അതിന്റെ ഡേറ്റ് വന്നിട്ടില്ല. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് മഴവിൽ മനോരമയാണ്. അതുമാതിരി OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ജി കേരളാണ്. OTT നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ തമിഴത്തെ പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെയാണ് ബുക്കിംഗ് ഓപ്പൺ ആയത്. ഇന്നാണ് പടം റിലീസ് ആയിട്ടുള്ളത്. എന്തായാലും പിന്നെ കൊഞ്ചം കാതൽ കൊഞ്ചം മോദൽ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പടം റിലീസിന് എത്തിയിട്ടുണ്ട്. പിന്നെ ആസാദ് എന്ന് പറഞ്ഞിട്ട് അജയ് ദേവ്ഗൻ അഭിനയിച്ച ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. പടത്തെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടം മാർച്ച് 14 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടം ബുക്ക് മൈ ഷോയിൽ 50K+ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദീപ് വെങ്കനാഥന്റെ പടം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 75 കോടിയുടെ മുകളിലേക്ക് നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതേമാതിരി കേരളത്തിൽ നിന്ന് 3.30 കോടിയാണ് കിട്ടിയിട്ടുള്ളതെന്ന് കേൾക്കുന്നുണ്ട്. ഏകദേശം 141 കോടിയോളം കളക്ഷൻ ആയിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും 150 കോടിക്കുള്ള പോക്കാണ് എന്തായാലും ആവണം ഉണ്ടായിരിക്കും. പിന്നെ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് റോഷന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട്. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് എന്നാണ്. അപ്പോൾ ഇന്നലെ ടുമാറോ എന്നിട്ട് പോസ്റ്റർ വന്നിരുന്നു. പിന്നെ പെരിസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഇന്നലെ ഓപ്പൺ ആയിരുന്നു. എന്നാണ് പടം റിലീസ് ആയിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്നുള്ള അറിയില്ല. എന്തായാലും അതിന്റെ സ്നേക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജെന്റിൽ വുമൻ എന്ന് പറഞ്ഞ പടത്തിന്റെ സ്നേക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നെഞ്ച് പുറക്കുതില്ല എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ സ്നേക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ സ്വീറ്റ് വാർട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് പടത്തിന് UBARE സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിന് സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അർജുൻ എന്നാണ് ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് നയൻതാരയുടെ ക്യാരക്ടർ ഗ്ലിംസ് ആണ് വരാൻ പോകുന്നത്. കുമുദ എന്നാണ് ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അത് വരച്ചിട്ടുണ്ട്. പിന്നെ പെള്ളിക്കണി പ്രസാദ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ എനിക്ക് രണ്ടും. പിന്നെ കാതൽ 80 പോതു ഡെമൈ എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടം ഇന്ന് 10 കോട്ടയിലൂടെ വരും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് OTT റിലീസായിട്ട്. പിന്നെ ഗാങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സുന്ദർസി അഭിനയിക്കുന്ന പടത്തിൽ നിന്ന് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് വേറെ നല്ല ഓഡിയോ റൈറ്റ്സ് സരിഗമയാണ് എടുത്തിട്ടുള്ള അറിയിച്ചുകൊണ്ടാണ്. പിന്നെ സറണ്ടർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ചാട്ടുലി എന്ന് പറഞ്ഞ പടത്തിലത്തെ നാഗ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ദ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഫുൾ ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വിജയ് സേതുപതി പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം മൗനവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ അങ്ങനെ അവസാനമായിട്ട് സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആയിരിക്കുകയാണ്. ഇന്നൊരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ എത്തിയിട്ടുണ്ട്. സോണി ലിവിന്റെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഹാൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഹേയ് പെണ്ണെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്. ഷെയ്നേക അഭിനയിക്കുന്ന പടമാണ്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ രജനി മുരുകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്ന് റിലീസിന് എത്തിയിട്ടുണ്ട്. അതേമാതിരി M. കുമാരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്ന് റിലീസിന് എത്തിയിട്ടുണ്ട്. പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബസിൽ ജോസഫും സജിൻ ഗോപും ലിജോ മോൾ ജോസൊക്കെ അഭിനയിച്ച പടം അത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 14 തീയതി എന്നുവെച്ചാൽ പുറത്തിറങ്ങുന്ന പറഞ്ഞു വന്നിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റാണെന്നുള്ള അറിയാൻ സാധിച്ചത്. അതേമാതിരി തുടരും എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് തന്നെയാണ്. പിന്നെ മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സും ഏഷ്യാനെറ്റാണ് എടുത്തെന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ക്ലോസ് ആയിട്ടില്ല എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും എമ്പുരാന്റെ GCCയിലുള്ള സെൻസറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കണ്ടന്റ് അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും 18 തീയതിയോട് കൂടിയിട്ട് സെൻസറിംഗ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. അതേമാതിരി പടത്തിന്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ട്രെയിലറിന്റെയും പാട്ടിന്റെയും ഒന്നിന്റെയും അതേമാതിരി പോസ്റ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കാനായിട്ട് ആശീർവാദ സിനിമാസ് ചെറിയൊരു പ്രശ്നത്തിലായതുകൊണ്ടാണ് അത് വരായിരുന്നത്. കാരണം OTT റൈറ്റ്സ് ലൈക്ക ചോദിക്കുന്നത് വലിയ തുകക്കാണ്. പക്ഷെ ഒരു തുകക്ക് ആശീർവാദ സിനിമാസിന് കിട്ടിയെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ലൈക്ക സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ലൈക്ക അതിൽ നിന്ന് പിന്മാറുന്ന രീതിയിലൊക്കെ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ പക്ഷേ ആശീർവാദ സിനിമാസ് 75 കോടിയുടെ മുകളിലേക്ക് ഇവർക്ക് ക്യാഷ് കൊടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ടാവും നടക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. OTT റൈറ്റ്സ് ലൈക്ക വിചാരിച്ച പോലെ തന്നെ ആ ഒരു ലെവലിൽ തുകക്ക് തന്നെ വിറ്റുപോയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളതൊന്നും സത്യാവസ്ഥ അറിഞ്ഞിട്ടില്ല. എന്തായാലും ട്രെയിലർ പടം തന്നെ വരും എന്നുള്ള രീതിയിലാണ് പോയി കേൾക്കാൻ സാധിക്കുന്നത്. എല്ലാ പ്രശ്നവും കഴിഞ്ഞുള്ള ലെവലിൽ എന്തായാലും വരട്ടെ. പടം റിലീസ് മാറ്റാനൊന്നും ചാൻസ് ഇല്ല. ചിലടത്ത് റിലീസ് മാറ്റുന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും പടം മാർച്ച് 27 തന്നെ റിലീസ് ആവുന്നുള്ളതാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ റിലീസ് ആവൂല എന്നുള്ളത് അറിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ അത് അറിയിക്കാവുന്നതാണ്. അതുവരേക്കും ഒരു ഉറപ്പില്ല പടത്തിനെ കുറിച്ചിട്ട്. പിന്നെ മരണമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന പടം ബേസിൽ ജോസഫാണ് നായകനായിട്ടുണ്ട്. ആ പടത്തിൽ നിന്ന് സിവിക് സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ വായിച്ച സംഭവം പുറത്തിറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് വായിച്ച സംഭവം പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു രസമായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഒരു ന്യൂസ് പോലെയാണ്. അത് വലിയ കാര്യമില്ല. ലാസ്റ്റ് ബേസിൽ ജോസഫ് അങ്ങനെ പുറത്ത് വന്നിരുന്നിട്ടൊരു കാര്യം
പറയുന്നുണ്ട്. കുറച്ച് ഹ്യൂമർ രീതിയിലുള്ള സംഭവമാണ്. എത്ര ആൾക്കാർക്ക് വർക്കായി എന്നുള്ള അറിയില്ല. ഇക്ക് വർക്കായി എന്തായാലും കാണാത്ത തന്നെ കണ്ടു നോക്കുക. പിന്നെ സൽമാൻ ഖാന്റെ സിക്കന്ദർ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിന് റിലീസ് ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല. ഇതിന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെന്ന് പറയുമ്പോൾ ഈ ഇതിനാണ് ചെറിയ വരുന്നാളിന്. പക്ഷെ ഡേറ്റ് ഏതാണെന്നുള്ളതാണ് കൺഫേം ആവാത്തത്. എന്തായാലും ഈ പടത്തിന്റെ ട്രെയിലർ ഈ 17-ാം തീയതി ഒക്കെ ആയിട്ട് വരും എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാൻ വരില്ല എന്നുള്ളതൊക്കെ. പിന്നെ അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ഷോ നടക്കാൻ പോകുന്നത് USA-ലാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. USA-ൽ പ്രീമിയറാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. എന്തായാലും ഏപ്രിൽ 9-ാം തീയതി 11:30 അവിടെ നടക്കുക രാവിലെ 7 മണി. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 10-ാം തീയതി റിലീസ് ആവുന്നുള്ളതാണ് കേട്ടിരുന്നത്. പക്ഷേ ഏപ്രിൽ 10-ാം തീയതി ഓൾറെഡി കുറേ പടങ്ങൾ മമ്മൂട്ടിയുടെ ബസൂക്ക ഉണ്ട് മെയിൻ പടമായിട്ട്. അതേമാതിരി വേറെ പടങ്ങളുണ്ട്. അപ്പോൾ ആ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പടം ഏപ്രിൽ 3-ാം തീയതി റിലീസ് ആവുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് ഏകദേശം കൺഫേം ആക്കി എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട് ഏപ്രിൽ 3 എന്നുള്ളത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ നല്ല തീരുമാനം തന്നെയാണ്. പിന്നെ സ്പൈഡർമാൻ 4 എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജൂലൈ 31-ാം തീയതി 2026 പടം റിലീസ് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ടോം ഹോളണ്ട് വീണ്ടും സ്പൈഡർമാനായി എത്തുന്നതിൽ സേഡി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മുന്നേ കണ്ടായിരുന്ന പോലെ സെൻഡായി ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ള കാസ്റ്റിന്റെ ഒന്നും വലിയ അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ തലവതി വിജയുടെ ജനനായകൻ എന്ന പടത്തിൽ ഒരു ബൈക്ക് സീന് അല്ലെങ്കിൽ ചേസ് സീനുമായിട്ട് സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ജാവ ബൈക്കാണ് തലവതി വിജയ്ക്ക് ഇതിൽ നിന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും അമിത ബൈജു ഈ പടത്തിൽ തലവതി വിജയുടെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കുന്നത്. ആൾക്കൊരു പ്രശ്നം ഒരു കോളേജ് വെച്ച് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തിനു വേണ്ടിയിട്ട് വിജയ് പോകും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട് ഒരു സീനിൽ. എന്തായാലും അറിയില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ സിദ്ധാർത്ഥാന്റെ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന പടമാണ് ഷാരൂഖ് ഖാൻ വെച്ചിട്ടുള്ള കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് മെയ് 2025 സ്റ്റാർട്ട് ആവുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. 2026 എന്തായാലും റിലീസ് ഉണ്ടാവുള്ളൂ. ഗംഭീര പടമാവും തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും പടത്തിൽ സുഹാന ഖാൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അഭയ് വർമ്മ എന്നിട്ടുള്ള ആൾ അഭിനയിക്കുന്നുണ്ട്. അതേമാതിരി അഭിഷേക് ബച്ചനും അഭിനയിക്കുന്നുണ്ട്. മ്യൂസിക് അനിരുദ്ധ എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതൊക്കെ കൺഫേം ആയ രീതിയിലാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.